നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയാളെ ഇന്നലെ രാത്രി കണ്ടപ്പോഴേ എനിക്കെന്റെ ഉള്ളിലൊരു ഭൂകമ്പം നടന്നിരുന്നു. ഇന്ന് രാവിലെ പിന്തുടർന്ന് വന്നപ്പോ പിരിമുറുകി അതങ്ങ് പൊട്ടിത്തെറിച്ചു. ഇനി ഒരിക്കലും അന്വേഷിച്ചു വരരുതെന്ന് താക്കീത് കൊടുക്കും പോലെയാ വേലയ്യനെ ഞാൻ ജീവനോടെ വിട്ടത്. കുറച്ചുനാള് അയാൾ ഏതെങ്കിലും വൈദ്യശാലയിലെ ദേഹം തളർന്നു കിടക്കുമെന്ന് ഉറപ്പാ. പക്ഷേ അയാൾ നേരത്തെ തന്നെ രാധയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശത്രുക്കളെ അറിയിച്ചിട്ടുണ്ടെങ്കിലോ? ഇതിനകം തന്നെ അവര് നിങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സത്യം പറഞ്ഞാ എനിക്കത് അറിയില്ല വേണുവേട്ടാ. ഭാവിയെക്കുറിച്ച് എനിക്കിപ്പോ ആലോചനകളൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, ആ ഒരു ധൈര്യമില്ലേ, ഒരു വിപതി ധൈര്യം, അത് മാത്രമേ മനസ്സിലുള്ളൂ. സത്യം മനസ്സിലായി. വേലയും വന്നതുകൊണ്ടാണ് രാധ എന്നെ വിളിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ പെട്ടെന്നൊരു ആവശ്യമെന്ന ആരുണ്ട് സഹായത്തിന്? ആരുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും എല്ലാം പ്രസാദിനെ അറിയിക്കണമെന്നാ. വേണ്ട വേണുവേട്ടാ, വേണ്ട. അതിന് സമയമായിട്ടില്ല ഇതുവരെ. പക്ഷേ തന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അയാളല്ലേ രാധേ? പിന്നെന്തിനാ ഇനിയും വേണ്ടെന്ന് വെക്കുന്നത്? ആയിരിക്കും. എന്റെയോ അച്ചുവിന്റെയോ ദേഹത്ത് ആരെങ്കിലും ഒരു നുള്ളു പൂഴി വാരിയിട്ടാ പോലും പ്രസാദേട്ടൻ സഹിക്കില്ല. അത് സത്യവുമാണ്. പക്ഷേ പ്രകടമായിട്ട് പ്രസാദേട്ടൻ ഇക്കാര്യങ്ങളിൽ ഇടപെട്ട ഏറ്റവും വലിയ ശത്രു ആവാൻ പോകുന്നത് ആ മേഘനാഥനായിരിക്കും. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. പ്രസാദേട്ടനെയോ ആ കുടുംബത്തിലെ ആരെയോ തൃപ്പങ്ങോട്ടിന് വേണ്ടി ഞാനായിട്ട് ബലി കൊടുക്കില്ല. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഭാര്യയും ഭർത്താവ് എന്ന് പറയുമ്പോ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ നിങ്ങള്? സുഖത്തിലും ദുഃഖത്തിലും പ്രതിസന്ധികളിലും ആപത്തുകളിലും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രസാദേട്ടൻ എന്റെ ആരുമല്ല വേണുവേട്ട. നാളെ നല്ലൊരു പെൺകുട്ടിയോടൊപ്പം ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കേണ്ട ആളാണ്. അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ടാ. രാധേന്ദ ഒന്നും പറയാത്തത്? അഞ്ജലി, ഡോക്ടർ, എന്റെ മോൻ ഹീസ് ഓൾമോസ്റ്റ് നോർമൽ. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മറ്റു ടെസ്റ്റുകൾക്കൊന്നും കുറിക്കുന്നില്ല. ഡോക്ടർ, രാവിലെ മോന്റെ മൂക്കിന്ന് ബ്ലഡ് വന്നിരുന്നു. വൈകിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചതാ. അതിനിടയില അവൻ സ്കൂട്ടറിൽ നിന്ന് വീണതും ബോധം കെട്ടതും. ശരി, നോക്കാം നമുക്ക്. കുട്ടിക്കിടയ്ക്കിടെ പനിയോ ജലദോഷമോ വരാറുണ്ടായിരുന്നോ? പനിക്കാറില്ല, കൂടെ കൂടെ മൂക്കടപ്പ് വരാറുണ്ട്. സൈനസൈറ്റിസിന്റെ ആവും. തുടർച്ചയായി ഇതേ സിംറ്റംസ് കാണിച്ചാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തൽക്കാലം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ, ശ്രദ്ധിച്ചോളാം. അവന്റെ നോസിൽ ചെറുതായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അധികം സ്ട്രെയിൻ എടുക്കാതിരുന്നാ മതി. ഓക്കെ ഡോക്ടർ, താങ്ക്സ്. ഓക്കെ. എന്തായാലും മോന്റെ കാര്യം പ്രസാദ് അറിയില്ലേ? എന്തു പറ്റിയെന്ന് പറയും താൻ? മോന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രസാദേട്ടനോട് പറയുന്നില്ല ഇനി. അച്ചു പറയില്ലേ? അതെന്തെങ്കിലും ചെയ്യണം. നോക്കാം എന്താന്ന്. ശരി, ഞാൻ പോവാ. താൻ എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം. താൻ മാത്രമല്ല, ആ വീട്ടിലുള്ളവരും. രാധയെ നേടാൻ മേഘനാഥൻ ഇറങ്ങി പുറപ്പെട്ട ചുട്ട് ചാമ്പലാക്കാൻ പോകുന്നത് ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കുമെന്ന് ഊഹിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അറിയാലോ? അയാള് വരട്ടെ വേണുവേട്ടാ. ഒന്നും അത്ര എളുപ്പമായി ഞാനിനി വിട്ടുകൊടുക്കില്ല. എനിക്കെന്റെ ജീവൻ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നാലും അയാളെയും കൊണ്ടേ ഞാൻ പോകൂ. അതുറപ്പാ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനൊക്കെ ഇല്ലേ തന്റെ കൂടെ? വാ. ഹലോ. എന്താ?
റൂം വേണമായിരുന്നു. 2 റൂം വേണോ അതോ രണ്ടാൾക്കും കൂടെ ഒരു റൂം മതിയോ? ഒരു റൂം മതി. ഒരു റൂം എന്ന് പറഞ്ഞാൽ ഡബിൾ റൂം വേണോ അതോ സിംഗിൾ റൂം മതിയോ? സിംഗിൾ കിട്ടുമോ? ചാർജ് എത്രയായിരിക്കും? ഒരാൾക്ക് സിംഗിൾ കിട്ടും, 2 പേർക്ക് ഒരുമിച്ച് തന്നെ താമസിക്കണമെങ്കിൽ ഡബിൾ വേണം. 1200 ചാർജ് ആവും. ആ ശരി, എങ്കിൽ ഡബിൾ എടുത്തോ. ID കാർഡും അഡ്വാൻസ് 2000 രൂപയും വേണം. ആ ദാ. അതെ, ഇവിടെ അത്ര സുഖമില്ലാത്ത പോലെ. ആളും എനക്കൊന്നുമില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കിയാലോ? 1200 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടൂ. 5 സ്റ്റാർ ഹോട്ടൽ റൂം വേണമെങ്കിലേ കൊച്ചമ്മ സ്വന്തം പേഴ്സിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്തതാ. നമുക്കൊരു ടാക്സി പിടിച്ച് അവിടെ ചെന്നിറങ്ങാം. ടോപ്പിലാ, റൂം നമ്പർ 102. ഞാൻ കൂടെ വരാം. ലഗേജ് എവിടെയാ? വേണ്ട വേണ്ട, എക്സ്ട്രാ ലഗേജ് ഒന്നും ഇല്ല. താക്കോലിങ്ങി തന്നാൽ മതി, ഞങ്ങളങ്ങ് പോയിക്കോളാം. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. അല്പ സമാധാനം കിട്ടാനാ ഇതുപോലെ ഒരിടത്ത് വന്നത്. സമാധാനമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഒരു കാര്യം, നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാർ തന്നെ ആണല്ലോ അല്ലേ? അല്ലാതെ പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ പലരും വന്ന് റൂം എടുക്കാറുണ്ട്, ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ. യഥാർത്ഥത്തിൽ സംഭവം വേറെയാ. ഒടുവില് പോലീസ് ജീപ്പ് ഈ നടയിൽ വണ്ടി കൊണ്ടൊന്ന് ചവിട്ടി നിർത്തരുത്. ഞങ്ങളുടെ സ്ഥാപനത്തിന് നാണക്കേടാ. അതാ നേരത്തെ ചോദിച്ചത്. ഞങ്ങൾ അത്ര ഉടായ്പുകാരൊന്നും അല്ല. യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരാ. വേണമെങ്കിൽ തെളിവ് കാണിച്ചു തരാം. ആ ദാ ദാ നോക്ക്, നോക്കടോ. ആ, ഇത് പോരെങ്കിലേ ദാ ഇതാ ഞാൻ കിട്ടിയ താലി. ഇപ്പൊ വിശ്വാസമായല്ലോ ഞങ്ങൾ ഒറിജിനൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. ശരി ശരി, കാര്യങ്ങൾ നടക്കട്ടെ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. ഇനി ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത്, കേട്ടല്ലോ? ഓക്കെ സാർ, സാറിന്റെ ഇഷ്ടം പോലെ. വെള്ളമോ ഫുഡോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുവരാം. ഓ താനാ കീങ് എന്ന്. വാ റൂമിലേക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.